കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ അടുത്ത ആഴ്ചയിൽ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പൊളിയുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അതൊക്കെ പൊളിക്കുന്നത് അഭിയും ജലജയും ചേർന്നിട്ടാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ദേവയാനിക്ക് വല്ലാത്തൊരു സംശയമായിപ്പോയി. ഈ ഡിന്നർ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ അതോ നയനയ്ക്ക് വേണ്ടി മാത്രമാണോ ഇവന് ഒരുക്കിയിരുന്നതെന്നൊക്കെ. അപ്പൊ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ഡിന്നർ അങ്ങനെ പൊടി പൊടിക്കുന്ന സമയത്താണ് ഈ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു ഡിന്നറിന് വേണ്ടിയിട്ട് ആദർശ് നയനെ കൂട്ടിക്കൊണ്ട് പോവാ. ആ സമയത്ത് എല്ലാവരും ഉണ്ട്. അനന്തപുരിയിലെ മൊത്തം ആൾക്കാരുണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയാനിക്കൊരു സംശയം. ഇവിടെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും. കാരണം ആദർശ് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരുന്ന ഡിന്നർ അല്ലത്. അവൾക്ക് വേണ്ടി മാത്രം, നയനയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്നതാണ്. പിന്നീട് ഇവര് തമ്മിലുള്ള സംഭാഷണമൊക്കെ ദേവയാനി കേൾക്കുവാണ്. ആദർശ് നയനോട് പറയുന്നുണ്ടായിരുന്നു, കാരണം നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ഡിന്നർ ഒരുക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അമ്മ അത് താങ്ങില്ല എന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഒരുമാതിരി പ്രാന്തളകിയ അവസ്ഥയായിപ്പോയി. ദേവയാനിക്ക് പിന്നെ അവിടെ നിൽക്കാനൊന്നും തോന്നിയില്ല. ദേവയാനി ഞാൻ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ആദർശൻ അച്ഛൻ പറഞ്ഞു, ദേ എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്താ ആൾക്കാർ വിചാരിക്കുക? അതുകൊണ്ട് മുത്തശ്ശനും അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും? അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കും ദേവേനി എന്നൊക്കെ പറഞ്ഞ് ദേവേന്റെ അവിടെ പിടിച്ചിരുത്തുവാണ്. ദേവേനി മുള്ളുമേലിരിക്കുന്ന പോലെ അവിടെ ഇരിക്കണേ. ദേവേനിക്ക് ഇരിക്കാനും മേല പോകാനും മേലാത്തൊരവസ്ഥയില്. പിന്നീട് അവിടെ ആട്ടവും പാട്ടവും ഒക്കെ നടക്കുന്നുണ്ട്. നയനെ ആദർശം ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ജലജിക്ക് പണ്ടേ തൊട്ടിച്ചൊരു അസൂയയുടെ അസുഖം ഉള്ളതാണല്ലോ. ഈ സമയത്തൊക്കെ ആണെങ്കിൽ അബിയുടെ ഉള്ളിലെ ടെൻഷൻ, നവ്യക്ക് എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് ഒരു വൊമിറ്റിങ്ങോ ഒരു വയറുവേദനയോ ഒന്നും അനുഭവപ്പെടാത്തതെന്ന്. അങ്ങനെ നവ്യനെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. പക്ഷെ കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു സിംറ്റംസും കാണാതിരുന്നപ്പോഴത്തേനും അബിക്ക് മനസ്സിലായി ഗുളികയൊന്നും അങ്ങ് ഏറ്റ ലക്ഷണമില്ലെന്ന്. ഈ സമയത്തൊക്കെ നയനയുടെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇത്രയും വലിയ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇനിയിപ്പോൾ വളകാപ്പ് ചടങ്ങാണ്. അപ്പൊ ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വളകാപ്പ് ചടങ്ങിനെ കുറിച്ച് പറയുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത എല്ലാവരും കൂടെ ആഘോഷിക്കാൻ പോകുന്ന വളകാപ്പ് ചടങ്ങാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് വെപ്രാളമായിപ്പോയി. എന്റെ ഭഗവാനെ, എങ്ങനെയല്ല ആദർശേട്ടനോടൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ ഇതിനെക്കുറിച്ച്. ആദർശേട്ടനെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ അവസാനം വന്നു കഴിയുമ്പോൾ താനും തെറ്റുകാരിയാകും. അങ്ങനെ ആദർശനോട് പറയാന്നൊക്കെ ഓർത്തോണ്ട് നയന ആദർശനെ വിളിച്ചോണ്ട് ഒരു മൂലക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയണം എന്നോർത്ത് നവ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് നവ്യ കടന്നു വരുന്നത്. നവ്യ വന്നപ്പോ നവ്യക്ക് തോന്നി എന്തോ ഒരു പന്തികളുണ്ടെന്ന്. നവ്യ നയനയും വിളിച്ചിട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പോവാണ്. എന്നിട്ട് പറഞ്ഞു, നീയെ എനിക്കറിയാം എന്താ പറയാൻ പോണെന്ന്. നിന്റെ ഭർത്താവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോയതല്ലേ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ചെയ്യുന്നത് നീ കണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു കത്തി കൈ കരുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തി സ്വന്തം കഴുത്തിലേക്ക് വെച്ചിട്ട് നയനയും ഭീഷണിപ്പെടുത്തുവാണ്. നയനയ്ക്കൊരു ഞെട്ടലുണ്ടായി. ഇനി പറയാൻ പറ്റില്ലല്ലോ. കാരണം നവ്യക്ക് മനസ്സിലായിരുന്നു നയനയുടെ ആ മുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവൾ എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ തുടങ്ങുവന്ന്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് നവ്യ ആ പുറകെ വന്ന് നയനെ ഫോളോ ചെയ്ത് വന്നതൊക്കെ. പിന്നീട് നയന ആദർശനോട് ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. എന്തെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനച്ച് സ്വയം ഇല്ലാതാകും. ആ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നയനയ്ക്ക് എല്ലാവരോടും സ്നേഹമാണല്ലോ. ആ സ്നേഹത്തിന് പുറത്ത് മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവ്യ. വേണമെങ്കിൽ തുറന്നു പറയായിരുന്നു, പക്ഷെ അതൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. പിന്നീട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത സമയത്തും നയന ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ നവ്യ എന്ത് ചെയ്യുവാണ്? നവ്യ വിദഗ്ധമായിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിമറിച്ച് വിടുവാണ്. നയനയ്ക്ക് അങ്ങനെ ആ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ലാതെ വന്നു. അവസാനം പെട്ടെന്ന് മനസ്സിലായി. നയനയെ വിളിച്ചിട്ട് നവ്യ തന്റെ മനസ്സുള്ള ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട്. നീ ഒരു കാരണവശാലും ഇത് പുറത്തു പറയരുത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാന് വളകാപ്പ് ചടങ്ങ് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും അവിടെ വെച്ച് ഞാൻ പറഞ്ഞോളാം ഗർഭം അലസിപ്പോയെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. അതിന്റെ ഇടയ്ക്ക് നീ കയറാൻ വരണമെന്നൊക്കെ പറയാണ്. നയനയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം തന്റെ ചേച്ചിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പക്ഷെ അബി ഇതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അബിക്കൊരു സംശയമായി, എന്തായിരിക്കും ഇവർ രണ്ടുപേരും പറഞ്ഞത്. പക്ഷെ എന്താ പറഞ്ഞതെന്നൊന്നും കേൾക്കാൻ പറ്റിയില്ല. എന്തോ കാര്യമായിട്ടുള്ള സംസാരമാണ്. നവ്യ ദേഷ്യപ്പെട്ടാണ് നയനയോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചേ തീരൂ എന്നൊരു തീരുമാനത്തിലൊക്കെ അബി എത്തുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നയന
ആദർശന് വമ്പ സർപ്രൈസ് തന്നെ കൊടുക്കുന്നുണ്ട്. വളകാപ്പ് ചടങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഒരേപോലെ ഡ്രസ്സൊക്കെ നയനി എടുക്കുകയാണ്. ആദർശന് ഷർട്ടും അതേപോലെ തന്നെ നയനിക്ക് അതേ കളറുള്ള സാരിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പക്ഷെ ആദർശ് പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറഞ്ഞപ്പോ നയന പറഞ്ഞു എനിക്ക് വമ്പ സർപ്രൈസ് ഒക്കെ തന്നല്ലേ, ഡിന്നറൊക്കെ ഒരുക്കിയതില്ലേ, അപ്പൊ ഞാനും എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ സർപ്രൈസ് തരണ്ടേ എന്നൊക്കെ ആലോചിക്കുകയാണ്. പക്ഷെ അബിക്കും ജലജയ്ക്കും വെറുതെ ഇരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഗുളിക കൊടുത്തിട്ട് പോലും ഏറ്റില്ല. അടുത്ത ദിവസം വളകാപ്പ് ചടങ്ങാണ്. അതിനു മുമ്പ് ഇവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. പിന്നീട് ഡോക്ടറെ വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഗർഭം അലസിപ്പിച്ചാലേ പറ്റുള്ളൂ. ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ ഇതുവരെയായിട്ട് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എന്താ നിങ്ങൾ തന്ന ഗുളിക കൊള്ളത്തില്ലാത്ത ഗുളികയാണെന്നൊക്കെ ചോദിച്ച് ഡോക്ടറോട് ദേഷ്യപ്പെടുകയാണ്. ഡോക്ടർ ഇത്ര വർഷത്തെ സർവീസ് ഇരിക്കുന്നത് പുള്ളിക്കാരത്തിയല്ലേ, പുള്ളിക്കാരത്തിക്ക് അറിയാമല്ലേ. പുള്ളിക്കാരത്തി അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗുളിക ഒന്ന് മാറ്റി തന്നു നോക്കാം, അതൊന്ന് കൊടുത്തു നോക്ക്, അപ്പൊ അറിയാലോ എന്ന് പറയണേ. ഇനി ഗുളിക ഒന്നും മാറ്റി തരണ്ട, ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് അവളെ ഗർഭം പോയില്ലെന്ന് പറയണേ. അവസാനം ഡോക്ടർ സത്യം പറഞ്ഞു, അങ്ങനെയൊരു കാര്യം ചെയ്യാം, അവൾക്ക് ഗർഭം ഉണ്ടായിരിക്കില്ല, ഗർഭം ഉണ്ടെങ്കിൽ ആ ഗുളിക കഴിച്ച് ഞാൻ പോകണ്ടെന്ന് പറയണം. അപ്പോഴാണ് അഭിയും ജലജ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അങ്ങനെ ഗർഭമില്ലാതെ വരുമോ? ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ പോയി റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, അവളുടെ റിപ്പോർട്ട്സ് ഒക്കെ കാണുമല്ലോ, ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തേന്റെ, ഞാൻ നോക്കി കഴിയുമ്പോൾ അറിയാം, നിങ്ങൾ ആ റിപ്പോർട്ട്സ് ഒക്കെ എനിക്കൊന്ന് മെയിൽ ചെയ്യാൻ പറയണം. അപ്പൊ ആ റിപ്പോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ജലജ. പക്ഷെ അങ്ങനെ പോയി കുറെ തപ്പിയതിന് ശേഷമാണ് റിപ്പോർട്ട് കാണുന്നത്. ആ റിപ്പോർട്ട് കണ്ട് ജലജ ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് നവ്യ കടന്നു വരുന്നത്. നവ്യ വന്നപ്പോഴത്തേനും തന്നെ പെട്ടെന്ന് ആ റിപ്പോർട്ട്സ് ആ ഡ്രസ്സിനടിയിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്നും അറിയപ്പെട്ട് ജലജ പറഞ്ഞു ഞാൻ അബിയുടെ ഒരു ഫയല് നോക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞിട്ട് മാറുവാണ്. നവ്യയ്ക്ക് ഒരു സംശയമൊക്കെ തോന്നി. പിന്നീട് നവ്യ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഭാഗ്യത്തിന് ആ ഫയല് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. പക്ഷെ അവർ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫയലൊക്കെ. ആ ഫയല് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജലജയ്ക്ക് മനസ്സിലായി ഇത്രയും കാലം നവ്യ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു താക്കണ്ടേ, അതിനെന്തേലും ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അവളുടെ കള്ളത്തരങ്ങളൊക്കെ ഇത്രയും കാലം അവളുടെ ഒരു ഫ്രണ്ടിന്റെ അവിടെ ആ ഹോസ്പിറ്റലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഫ്രണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാൻ തന്നെ ജലജ തീരുമാനിക്കുകയാണ് നവ്യനും കൂട്ടിക്കൊണ്ട്. അപ്പം പുറത്ത് പോകുന്ന രീതിയിൽ അവളെ കൊണ്ട് പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കണം, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാണ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന നവ്യയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്താവുകയാണ്. വെളിച്ചത്തായി കഴിയുമ്പോഴത്തേനും നയനയ്ക്ക് എന്ത് സംഭവിക്കുക, നയനെ എല്ലാവരും കൂടെ സംശയിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും കൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. കനക വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് ഓരോ ദിവസവും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പേരക്കുഞ്ഞ് വരാൻ പോവല്ലേ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കനക നടത്തിയായിരുന്നു. ഗോവിന്ദൻ കുറച്ച് പണമെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് കുഞ്ഞിന് ഇടാനുള്ള ആഭരണങ്ങളൊക്കെ അതുവരെ കനക ഇങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നയനെ കാണിക്കുകയും ചെയ്തായിരുന്നു. അത്രയധികം പ്രതീക്ഷയായിരുന്നു കനയ്ക്ക്. അപ്പൊ ആ പ്രതീക്ഷകളൊക്കെ തകരാൻ പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.